എൻ്റെ പേര് അനു സുജിത്ത്. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 24/1/2024 അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് ഒരു ജോലി കിട്ടിയ കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം കൂടുതലായതിനെ തുടർന്ന് എനിക്കുണ്ടായിരുന്നൊരു ജോലി ഞാൻ റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ആൾക്ക് രോഗസൗഖ്യം നേടിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങി. എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡാണ്. അപ്പം ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് തുടങ്ങിയത് ഈ കഴിഞ്ഞ ജൂൺ 1st വീക്കാണ്. എന്നെ സംബന്ധിച്ച് അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ടീച്ചിങ് ഫീൽഡിൽ ഏകദേശം വേക്കൻസികളെല്ലാം ഫില്ലായ ടൈമായിരുന്നു അത്. ഞാനൊരു 3 ആഴ്ചയോളം എന്നിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചു നോക്കി. ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം വേക്കൻസി ഫില്ലായെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് കുറച്ച് ഇയർ ബാക്ക് വരികയും കുറച്ച് ഡൈവേർഷൻ വരികയും ചെയ്തുകൊണ്ട് എനിക്ക് കോളേജിൽ കയറണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അത് ഇയർ ബാക്ക് വന്നു, കുറച്ച് സബ്ജക്റ്റിൽ ഡൈവേർഷൻ വന്നുകൊണ്ട് എനിക്കത് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കയറുമ്പം ഒരു കോളേജിൽ തന്നെ കയറണം എന്നുള്ളത്. പക്ഷെ ഞാൻ അത് അന്വേഷിച്ചത് മുഴുവൻ പക്ഷേ സ്കൂളുകളിലായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവിനോട്, മാതാവേ എനിക്ക് എവിടെയെങ്കിലും ഒരു കോളേജിൽ തന്നെ കയറാൻ സാധിക്കണേ എന്നുള്ളത്. പക്ഷേ ഈ 3 ആഴ്ച ശ്രമിച്ചിട്ട് സ്കൂളുകളിലൊന്നും കിട്ടാതെ വന്നു. പിന്നെ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ മാതാവിന് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടട്ടെ, ഞാൻ എന്തായാലും ഇനി അതിനെക്കുറിച്ച് ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞത് എൻ്റെ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പം ജൂലൈ 1st വീക്ക് പത്രത്തിൽ ഒരൊഴിവുണ്ട്, ഒരു കോളേജിൽ ഒഴിവുണ്ടെന്ന് കാണുകയും ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ പോലും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സബ്ജക്റ്റിൽ വന്ന ഇയർ ബാക്ക് കാരണം എനിക്കതിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ അപേക്ഷ കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന ശനിയാഴ്ച എൻ്റെ ഉടമ്പടി പുതുക്കുകയും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. മൺഡേ ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഈ ജോലി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം എല്ലാ മാസവും എന്നാലാവുന്നത്രയും പത്രം വാങ്ങിച്ച് പള്ളികളിലും അതുപോലെ വഴി സൈഡിലിരിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് എന്നാലാവുന്ന പോലെ സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി വഴി സൈഡിലൊക്കെ കൊടുക്കാറുണ്ട്, ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഒരു വചനം ഓർമ്മ വരുന്നത്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോയുടെ നാമത്തിൽ എന്തു തന്നെ ചോദിച്ചാലും പിതാവായ ദൈവം നമുക്ക് നിരാകരിക്കുകയില്ല എന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റു പറയുന്നത്. പിതാവിൻ്റെ ഈശോയുടെ നാമം അത്രമാത്രം മധുരമുള്ളതാണ്, അത്രമാത്രം വിലയേറിയതാണ്. കാരണം അത് തിരുരക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് ഈശോയോട് നാം എന്തു ചോദിച്ചാലും, ഉടമ്പടിയിലൂടെ നാം എന്തു ചോദിച്ചാലും ഈശോ അതിനപ്പുറമായി പരിശുദ്ധ അമ്മ നമുക്കത് വാങ്ങിത്തരും. കാരണം കൽവരണികളാണ് അമ്മ സേവകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഈശോ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് കൽഭരണികളാണ്. ആ വെള്ളം മുഴുവൻ വീഞ്ഞായി രൂപാന്തരപ്പെട്ട വലിയ സാധ്യതകളുടെ സുവിശേഷവുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ അൾത്താരയിലേക്ക് കയറി വരുന്നത്. തൻ്റെ ഒരു ജോലിക്ക് വേണ്ടി ഹസ്ബൻഡ് അസുഖം മൂലം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജോലി റിസൈൻ ചെയ്തപ്പോൾ ആ വലിയ ത്യാഗത്തിനുള്ളൊരു വിലയാണ് ഈശോ ഈ മകൾക്ക് നൽകിയത്. ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു കോളേജ് അധ്യാപികയായിട്ട് എന്നെ നിയമിക്കണം, എനിക്കതിനുള്ള യോഗ്യതകളൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ ഉടമ്പടിയുടെ യോഗ്യത
യോഗ്യതയില്ലായ്മയാണ്, അയോഗ്യതയാണ് നമ്മുടെ യോഗ്യത എന്ന് നമുക്കറിയാം. കൃപയാണ് നമുക്കുള്ള യോഗ്യത. യോഗ്യതകളെല്ലാം സീറോ മെറിറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഈശോയുടെ കൃപ നമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ യോഗ്യതകളും അഴിഞ്ഞുപോയ ആ സമയത്താണ് എല്ലാ ആപ്ലിക്കേഷൻസും റിജക്റ്റഡ് ആവുകയായിരുന്നു. കാരണം കുറച്ച് വർഷക്കാലം അനു പഠിപ്പിച്ചില്ല. പിന്നെ സബ്ജക്റ്റ് അപ്ഡേറ്റ്സ് അറിയണമായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു പക്ഷേ ഇൻ്റർവ്യൂവിന് കോൺഫിഡൻസ് ഇല്ല. ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ തനിക്ക് ലഭിച്ച അമ്മയോട് പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഒരു ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്ത് ഒരു ജോലി കിട്ടാനുള്ള കോൺഫിഡൻസ് ഇരിക്കില്ല. പരിശുദ്ധ അമ്മ ഏറ്റവും അധികം നമുക്ക് നൽകുന്നത് ധൈര്യവും സംരക്ഷണവുമാണ് ഉടമ്പടിയിൽ. ഇപ്പോൾ ഈ മകൾക്ക് കോളേജ് പ്രൊഫസറാകാനുള്ള പെട്ടെന്ന് ഒരു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയും അത് അപ്ലൈ ചെയ്യുകയും പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥം ഈശോ ഏറ്റെടുത്തുകൊണ്ട് ഈ മകളെ ഇന്നൊരു കോളേജ് അധ്യാപികയായി ഉയർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും വളരെ കൃത്യമായി നിബന്ധനകളോടുകൂടി തന്നെ സ്നേഹത്തോടുകൂടി ചെയ്തു എന്നാണ് ഈ സഹോദരി അവിടെ സമർത്ഥിച്ചത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. ഓരോരുത്തരും പറയാറുണ്ടല്ലോ, എനിക്കൊന്നും സംഭവിക്കുകയില്ല, ഞാൻ ഉടമ്പടിയിലാണ്. നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ള ഉറപ്പിൽ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാം. അനുവിൻ്റെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.